കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട ഒഴുങ്ങിയ. എന്റെ താല്പര്യം, എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? അതൊരു റോൾ മോഡൽ ആണ്. അയ്യോ നീ വേണ്ടെന്ന് നീ നാളെ തുണി ഊരി തുണിയില്ലാതെ നട മോളെ. നീ നിന്റെ അപ്പത്തിന്റെ വിടവില്ലേ, അത് നല്ലപോലെ വിരിച്ച് രണ്ട് കാലം രണ്ട് ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ടാങ് 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 നട. വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷ ജന്തുക്കളാണ്, വേഷ ജന്മങ്ങളാണ്. പറഞ്ഞാ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. ഓക്കെ, ഒരു ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. നമ്മുടെ ഷെഫീന ബീവിയുടെയും മഞ്ജു പിള്ളയുടെ മകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു യുവതിയുടെയും തമ്മിൽ തല്ലുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. അത് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇത് തെറ്റാണ് പൊന്നു പ്രേക്ഷകരെ. അതായത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് എങ്ങനെയുള്ള ഡ്രസ്സ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ധരിക്കാം, അത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ കുറേ ആണുങ്ങളുടെ ജീവിതം ഇല്ലാതാവുന്നു പൊന്നു പ്രേക്ഷകരെ. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. അതായത് ഇപ്പോൾ നിലവിൽ ഫ്രണ്ട് ആപ്പ്, മറ്റാപ്പ്, മറിച്ച് ആപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. രാത്രി സമയത്ത് നമ്മൾ 200 300 അല്ലെങ്കിൽ 1000 രൂപയോ അതിൽ റീചാർജ് ചെയ്ത് കൊടുത്താൽ ഏകദേശം 5 മിനിറ്റോ 10 മിനിറ്റോ പെൺകുട്ടികളോട് സംസാരിക്കാം, എന്ത് വൃത്തികേട് വേണമെങ്കിലും സംസാരിക്കാം. അങ്ങനെയുള്ളൊരു സംവിധാനമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെയുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആണുങ്ങൾ, അതായത് പണിയെടുക്കുന്ന പൈസയൊക്കെ അതിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ പറയും അവരെന്തിനാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്ന്. മണ്ടന്മാരാണ്, നമുക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ ഷെഫീന ബീവിക്കൊപ്പമാണ്. ഞാനും ഷെഫീന ബീവിയും പറയുന്നത് ശരിയെന്ന് തോന്നുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ആദ്യം ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, എന്താടേ? ഹലോ. സോ ഫ്രീ ആണോ ഇപ്പോ? ആക്ച്വലി ഞാൻ ഒരു ഫോളോവർ ആണ്. സോ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ റീസെന്റ് ഇട്ട ഒരു വീഡിയോ. ഏത് വീഡിയോ കിട്ടിയ? ഒരു ഫെമിനിസത്തിനെ പറ്റിയിട്ട്. Okay. So are you free to talk about that video? Just അറിയാൻ വേണ്ടി. പറയൂ എന്താ അറിയണ്ടേ? Okay, so ആ വീഡിയോ I just want to ask you like ഫെമിനിസത്തെ എങ്ങനെയാണ് അപ്പൊ ആക്ച്വലി കാണുന്നത്? ജസ്റ്റ് അറിയാൻ വേണ്ടി. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനോ ഒന്നുമല്ല. I'm just a follower of you. ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ വേണ്ടാന്ന് വിലക്കില്ലല്ലോ. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഫെമിനിസം, ഞാൻ എന്താണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു പെണ്ണിന് സ്വന്തമായി ഇടാനുള്ള താല്പര്യങ്ങളെ നമ്മുടെ സൊസൈറ്റി അനുസരിച്ച് അത് വളച്ചൊടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് ഹൗ വി കോൾ എ ഫെമിനിസം? മോളെ, നീ ഇംഗ്ലീഷ് ഒന്നും പറയല്ലേ. ഞാൻ പഴയ 10ാം ക്ലാസ് ആണ്. എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമൊന്നും ഇല്ല കേട്ടോ. കുട്ടികളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will കുത്തിക്കേറ്റൽ some sort of English, then they were thinking that they were something and they are saying the right things. You know, I don't understand that kind of English. I speak in Malayalam. You want to speak with me in Malayalam? It's good for me and you also. I don't want to continue with the English, and then I will ask definitely മലയാളത്തിലേക്ക് ആക്കാം. ഞാൻ പറയുന്ന ശൈലിയിൽ വരുമ്പോൾ അത് ചോദിച്ചതിന് ഉത്തരം കേൾക്കണ്ടേ? പറഞ്ഞുതരാം. നമ്മള് ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്, മനസ്സിലാക്കാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ് സാരാംശം പറഞ്ഞത്. അതായത് നമുക്ക് ഒരു പെണ്ണും ഒരാണിനും ഒരു സിനിമ സംവിധായകന്റെ മുമ്പിലേക്ക് പോകുന്നു. അവർ ആ ഫീൽഡ് ആണല്ലോ ചൂസ് ചെയ്തിട്ടാണല്ലോ അത് പറയണേ. അതുകൊണ്ട് ഞാൻ പറയുന്നേ, അപ്പോ ഈ സിനിമാ സംവിധായകൻ ആ പെണ്ണിന്റെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളൊരു റാമ്പ് വാക്ക് നടത്തൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കൂ എന്നല്ലേ പറയുക. അപ്പൊ രണ്ടുപേരെടുത്ത് ഒരേപോലെ പറയും, നീ അഭിനയിക്ക്, നിങ്ങൾ രണ്ടുപേരുടെ അഭിനയശേഷി ഓക്കെ. എന്തിനാണ് ആണിന്റെ ബോഡി സ്ട്രക്ചറിനെ ഇത് നോക്കാതെ പെണ്ണിന്റെ ബോഡി സ്ട്രക്ചറിനെ മാത്രം കൺസേൺ ചെയ്തുകൊണ്ട് അവളടുത്ത് ഈ ഡ്രസ്സ് ഇടാൻ നിന്നെ കൊണ്ട് പറ്റുമോ, ഈ ഡ്രസ്സിൽ നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് സൊസൈറ്റിക്ക് അത്തരത്തിലാണ് പെണ്ണുങ്ങളെ കാണാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ സിനിമയിൽ വന്നിട്ടുണ്ട്. അവരാരും ബോഡി കാണിച്ചിട്ടല്ല വന്നിട്ടുള്ളത്.
ബോഡി പക്ഷേ ആന്റി ഇത് 2026 ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇപ്പൊ തന്നെ ഈവൻ ലണ്ടനിൽ തന്നെ ഇപ്പോ സ്ട്രീറ്റ് മാർച്ചസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് കേരളത്തിൽ നിന്നില്ല, മോള് ലണ്ടനിലേക്ക് പോകണ്ട. 2026 ആക്കണ്ട. ഞാൻ ജീവിക്കുന്നത് ഒരു ലോകത്തിലാണ്, ഞാൻ കേരളത്തിലല്ലല്ലോ. കേരളം മാത്രം എടുക്കണ്ട. ഞാൻ കേരളത്തിലെ ഓഡിയൻസിനാണ്, ഞാൻ മലയാളത്തിലാണ് സംസാരിച്ചത്. ഐ ആം നോട്ട് ടോക്കിംഗ് ടു യു. പക്ഷെ ഇത് വളരുന്ന ജനറേഷനും കൂടിയല്ലേ ആന്റി? എത്തിയത് ഞങ്ങളാരും വളർന്നില്ലേ? 2026 അല്ല, 2046 ആയാലും 2056 ആയാലും മോളുടെ അച്ഛൻ അച്ഛന്നല്ലേ വിളിക്ക? അങ്കിളെന്ന് കയറി വിളിക്കോ? കൺസെപ്റ്റ് നിങ്ങൾ 2046 എത്തിയാലും നിങ്ങൾ ഈ പറയുന്ന സാധനം ഇതായിട്ട് തന്നെ നിലനിൽക്കത്തില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ അച്ഛൻ തന്നെയല്ലേ, അമ്മ തന്നെയല്ലേ? ഒരു മനുഷ്യന്റെ ബോഡീനെ പറ്റി ആ ആളല്ലേ നിലവാരം എടുക്കേണ്ടത്, അത് മറ്റുള്ളവരല്ലല്ലോ ഒരിക്കലും. അത് അവളുടെ നിലവാരം. ഞാൻ ചോദിക്കട്ടെ, 26 വയസ്സായ മകൾക്ക് മോളുടെ ബോഡിയുടെ നിലവാരം, എന്റെ ബോഡി നിലവാരം ഇതാണ് എന്ന് പറഞ്ഞു. മോള് ആ പെങ്കൊച്ചിട്ട വസ്ത്രം ഇട്ടുകൊണ്ട് മോളുടെ അച്ഛന്റെ മുമ്പിൽ പോയി നിൽക്കുവോ? അച്ഛ എന്റെ ബോഡിയാണ്, എന്റെ റൂളാണ്, അച്ഛൻ ഇത് ഇഷ്ടപ്പെട്ട അച്ഛ, ഞാൻ ഇതിട്ടുണ്ട്, നാളെ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കട്ടെ അച്ഛ എന്ന് ചോദിച്ചാ മോളുടെ അച്ഛൻ എന്ത് മറുപടി പറയും? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് എന്റെ ശരീരമാണ്, ഞാൻ ആ ഡ്രസ്സ് ഒരു വിഷയം ഞാൻ കാണുന്നില്ല. ആ പെണ്ണിന് അത് ഇഷ്ടപ്പെട്ടു, അവൾ ഇട്ടു, അത് അവളുടെ കാര്യമല്ലേ? അത് അവളുടെ കാര്യമാണ്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞേ. പക്ഷെ അത് വളരുന്ന ജനറേഷനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. തുണി ഊരി ആടുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളർച്ച? ഞങ്ങൾ ആ വളർച്ച കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട എന്നാ പറഞ്ഞ്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആണുങ്ങളെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല? ആണുങ്ങള് വസ്ത്രം അതാണ് നിങ്ങളുടെ പ്രശ്നം. അവരെ പറ്റി എന്ത് പറയുന്നില്ല? ഇവരെ പറ്റി ഇപ്പൊ ഗോവിന്ദചാമിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മുകേഷിനെ പറ്റി എന്ത് പറയാത്ത എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനകത്ത് ഉത്തരവില്ല. നിങ്ങൾ ആണുങ്ങൾ ആരെങ്കിലും തുണിയില്ലാത്ത ഇതുപോലത്തെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടോ? ആണുങ്ങൾ അവരുടെ പെനിസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു ജെട്ടിയുടെ പരസ്യം കാണിച്ചുകൊണ്ട് നിങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ടോ? മമ്മൂട്ടിയോ മോഹൻലാലോ ജെട്ടിയുടെ പരസ്യത്തിൽ ബ്രാൻഡഡ് ആയിട്ടുണ്ടോ? മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ മക്കളായിട്ടുള്ള ആണുങ്ങൾ പ്രണവോ അല്ലെങ്കിൽ മറ്റേ ദുൽഖറോ ഒരു ജെട്ടിയുടെ പരസ്യത്തിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനെ വന്ന് നിന്നാലും അത്യാവശ്യം നല്ലപോലെ മറുപടി പറയും. പക്ഷെ അവരുടെ അവരുടെ ഹാഫ് നെയ്ഡ് ലൈക്ക് ബോഡിയുടെ ഫ്രണ്ട് പാർട്ട് മൊത്തം അവര് കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വുമൻസിനെ മാത്രം കാണിക്കുന്നതും ഈ പെൺകുട്ടി ഇട്ട ഡ്രസ്സും സിമിലർ ആണെന്ന് കൊച്ചു ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിന്റെ സ്വാതന്ത്ര്യം. അപ്പി എന്റെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞു. അവൾ കാണിച്ച വൾഗാരിറ്റി, ആ ഡ്രസ് കോഡ്, അത് ഫാഷൻ ആണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഫാഷൻ ഡ്രസ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ എനിക്ക് പറഞ്ഞ. എല്ലാ ഫംഗ്ഷനും പോവാം. എല്ലാ ഫംഗ്ഷനും പോകാൻ പറ്റുമോ? മരിച്ചോര ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി എന്ത് ഫംഗ്ഷനും അതെന്താ അത് മാത്രം നീക്കി വെക്കുന്നേ? അങ്ങനെ ജട്ടിയും പാടി ഇട്ടുകൊണ്ട് മരിച്ചോര ഫംഗ്ഷനും പോ. അതല്ലേ ഒരു രസം. അതിപ്പോ പറഞ്ഞു ഇല്ലല്ലോ. എന്റെ വീട്ടിലെ കുട്ടികൾ അത് കോപ്പി അടിക്കണ്ട. എന്റെ വീട്ടിലെ മക്കൾക്ക് അതല്ല സ്വാതന്ത്ര്യം. വസ്ത്രമൂരി കളഞ്ഞല്ല സ്വാതന്ത്ര്യം എന്ന സുന കൊണ്ടുവരുന്നത്. വസ്ത്രമൂരി എറിയുമ്പോൾ കിട്ടുന്നത് സ്വാതന്ത്ര്യമല്ല. അതിന് നമ്മളിട്ട പേരാണ് മറ്റേ പേര്. ആ പേരാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ആന്റി ചെയ്യുന്നത് പെണ്ണുങ്ങളെ സെക്ഷലൈസ് ചെയ്തിട്ട് ആണുങ്ങളെ സെക്ഷലൈസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മുസ്ലിം ഇതില് എന്തുകൊണ്ട് ആണുങ്ങളെ കണ്ണടക്കാൻ പറയുന്നില്ല? പറഞ്ഞങ്ങ് പോവല്ലേ. നിങ്ങൾ സെക്ഷുവലൈസ് ചെയ്ത് നിങ്ങളെ കാണിക്കുമ്പോൾ അത് ഞാൻ പറയുമ്പോ നോവുന്ന എന്തിനാ? നിങ്ങളെ സെക്ഷുവലൈസ് ചെയ്ത് പബ്ലിഷിന് ഇടാം. അത് ഞാൻ പറയുമ്പോ നോവുന്നോ? അത് എന്തടിസ്ഥാനമാണ്? ആണുങ്ങളെ പറയുന്നില്ലെന്ന്. ഞാൻ എന്റെ കണ്ണുവിൻ്റെ അങ്ങനെ ആണുങ്ങളെയൊന്നും ഇതുവരെ എന്റെ മക്കളാരും ഇങ്ങനെ തുണിയില്ല നടക്കുന്നില്ല. ഞാൻ കാണാറില്ല. കണ്ടു പറയും. ആ പോയി തുണി എടുത്ത് കൊടുക്കുന്നേ ഞാൻ പറയുള്ളൂ. അല്ല തുണി ഇല്ലാതെ വന്നിട്ട് ഐ ആം റെഡി ഫോർ എനിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മക്കൾ നിൽക്കുകയാണെങ്കിൽ അടി വാങ്ങിക്കോ മതി. ആരായിരുന്നാലും പറയും. ആണുങ്ങൾ അങ്ങനെ സെക്ഷുവലൈസ് ചെയ്യുന്നില്ല അവരുടെ ബോഡി. ഒരുത്തന്മാരും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ വില്ലിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു പെണ്ണാണ് നിൽക്കുന്നു, രണ്ടുപേരും മുകളിൽ ഒന്നും ഇട്ടല്ല, അടിയിൽ ഇട്ടുണ്ടെന്ന് വിചാരിക്കും, മുകളിൽ ഒന്നും ഇട്ടിട്ടില്ല.
ആര് അപ്പൊ ആന്റി പറയും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ല, പെണ്ണാണ് സെക്ഷലൈസ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ട്? രണ്ടുപേരും ഒരു വസ്ത്രം തന്നെ ഇട്ടേക്കുന്നത്, എന്തുകൊണ്ട് ഒരാൾ മാത്രം സെക്ഷലൈസ് ചെയ്യപ്പെടുന്നു? ലിസൺ, ഇതിനകത്ത് കമ്പാരിസൺ നടത്താൻ ആണുങ്ങൾ തുണി ഊരുന്നത് ശരി എന്ന് ഞാൻ വാദിച്ചു അവിടെ. ഇല്ല, പിന്നെന്തുവാ? പിന്നെ ആ പോയിന്റിന് അവിടെ എന്ത് വാല്യൂ? ഞാൻ അവിടെ ആണുങ്ങൾ തുണി ഊരുന്നത് കറക്റ്റ്, നിങ്ങൾ തുണി ഊരുന്നത് തെറ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ ആ പോയിന്റിന് അവിടെ വാലിഡിറ്റി ഇല്ല? ബട്ട് ആന്റി ഇപ്പൊ പറഞ്ഞു ഒരിക്കലും ആണുങ്ങൾ സെക്ഷലൈസ് ചെയ്യുന്നില്ലെന്ന്. ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. എവിടെ ആണുങ്ങൾ തുണി ഊരി റോഡിൽ പട്ടാപകല് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, മുകളിലൊന്നും ഇടാണ്ട്. അപ്പൊ അതെന്താ സെക്ഷലൈസിംഗിൽ വരുത്തില്ല? നീ അവരോട് ചോദിക്കേ, നിങ്ങൾ എന്തിനാ ഈ തുണി ഊരി നടക്കുന്നത്, ഇത് ശരിയാണോ എന്ന് നീ അവരോട് ചോദിക്കേ. അവരുടെ താല്പര്യം ഇത് 2026 ആണ്. ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട്. 2046 ആയിരുന്നാലും മോളെ, നീ നിന്റെ അച്ഛനെ അച്ഛാന്നല്ലേ വിളിക്കുള്ളൂ. നീ കാലഘട്ടത്തിന്റെ മാറ്റം എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. 2026 എന്തൊരു ഉണ്ട പുഴുങ്ങിയ? 2026 നിനക്ക് എന്തൊരു ഉണ്ട പുഴുങ്ങല് വന്നാ? അതെന്ത് വർത്തമാനമാണോ? കോണ്ടെക്സ്റ്റ് അതല്ലല്ലോ, ആ കോണ്ടെക്സ്റ്റ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ്. പിന്നെ നിന്റെ കോണ്ടസ്റ്റ് എന്താണ്? നിന്റെ വീട്ടിന്റെ മുറ്റത്ത് കൂടെ ഒരുത്തൻ ഉടുപ്പിടാതെ പോയി, അത് ഞാൻ പറഞ്ഞില്ല എന്നതാണ് എന്റെ കോണ്ടസ്റ്റ്. ഞാൻ ഇതില് കോണ്ടക്സ്റ്റ് ആയിട്ട് ഞാൻ ആകെ പറയുന്നത് ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങളെ താല്പര്യം എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? നീ അത് സ്വന്തമായി പറഞ്ഞാ പോരെ? ആ പെണ്ണിനെ വലിച്ചഴച്ച് അതിലുള്ള ആ പെണ്ണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് എന്തിന് തന്റെ അഭിപ്രായം പറയണം? സ്വന്തമായ അഭിപ്രായം പറഞ്ഞാൽ കാണിക്കണം. അതൊരു റോൾ മോഡൽ അല്ല എന്ന് പബ്ലിക്കിന് കാണിച്ചു കൊടുത്തുകൊണ്ടേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത് അതൊരു റോൾ മോഡൽ ആണ് അവളുടെ. നീ മുഴുവനെ ഉരിഞ്ഞ് നടന്നേ. അയ്യോ, നീ വേണ്ടെന്ന് ഞാൻ നിന്റെ പേരെന്തു വെച്ചേ? നീ നാളെ തുണി ഊരി തുണിയില്ലാതെ നടമോളെ. നീ നിന്റെ അപ്പത്തിന്റെ ആ വിടവില്ലേ, അത് നല്ലപോലെ വിരിച്ച് രണ്ട് കാലും രണ്ട് ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് ടാങ് 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 നട. ഞാനത് നിലക്കുന്നില്ലല്ലോ. പക്ഷെ കണ്ടാൽ അത് പറയണ്ടെന്ന് പറയാനുള്ള റൈറ്റ്സ് നിനക്കില്ല. അത് കണ്ടാൽ ഞാൻ പറയും ഇത് പിളർന്നു വെച്ച് നടക്കുന്നത് നാട്ടുകാരെ അട്രാക്ട് ചെയ്യാനാണ്, കണ്ടവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കാനാണ്. ഞങ്ങൾക്കുള്ള അതേ ലിംഗം നിനക്കുണ്ടെങ്കിൽ ഈ പോക്കൃത്തരം കാണിച്ചാൽ ഇതിനെതിരെ പബ്ലിക് ന്യൂസ് വെച്ചിട്ട് കേസെടുക്കാൻ പറ്റും. ഇത്തരത്തിൽ പോക്കൃത്തരം കാണിച്ചു വരുന്നവളുടെ ഇന്ത്യന്ന് വിട്ടുപോ. ഇന്ത്യയിൽ താമസിക്കുന്നവർ നീ മാത്രം താമസിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് താമസിക്കണ്ടേ? നിനക്കൊക്കെ തുണി ഊരി കാണിക്കാമെങ്കിൽ ആ തുണി ഊരി കാണിക്കണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ലിംഗ പ്രദർശനം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങളുടെ തഴപ്പും മുഴപ്പും നാട്ടുകാർ കാണുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ല, കളഞ്ഞിട്ട് പോ. കഴിഞ്ഞില്ലേ? ഓക്കെ പൊന്നു പ്രേക്ഷകര്, നല്ല മാസമായിട്ടുള്ള മറുപടിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതാണ് ഷെഫീന ബീവിയുടെ ഭാഗമാണ് ശരി. ഒരു കാര്യം കൂടി പറയാം, സ്ത്രീകൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഊരി വേണമെങ്കിലും നടക്കാം, കാണിച്ചു വേണമെങ്കിലും നടക്കാം, അത് അവരുടെ അവകാശമാണ്. പക്ഷെ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാതിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടോ, സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടോ? പൊന്നു പ്രേക്ഷകരെ, മുമ്പ് ഞാൻ നിങ്ങളും ഹിന്ദി ആക്ട്രസ് ഒക്കെ അങ്ങനെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിലവിൽ ഇത് മലയാളം സിനിമയിൽ ഒരേ ഒരു പടത്തിൽ അഭിനയിച്ചാൽ മതി, പിന്നീട് എന്തൊക്കെ കോപ്രായമാണ് ഇവറ്റകൾ ചെയ്യുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ ആർക്ക് കാണാൻ വേണ്ടിയാണ്? ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കാണുന്ന എല്ലാ സംവിധാനവും ഇന്ത്യ രാജ്യത്തുണ്ട്. നിങ്ങൾ ഊരി കാണിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾക്ക് നാണമില്ലേ? ഇത് ഞാനിപ്പോ ദയാസുജിതയോടല്ല പറയുന്നത്, ഇത് എല്ലാവരോടാണ് പറയുന്നത്. വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇതിപ്പോ +1 +2 പഠിക്കുന്ന പെൺകുട്ടികളും ഇത് കണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, പൊന്നു മക്കളെ, ഞാനൊരു കാര്യം പറയാം. 5 മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. ഈ നടിമാരൊക്കെ ഇങ്ങനെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത പാവങ്ങളായ SLCയിലും +1 +2ലും പഠിക്കുന്ന പെൺകുട്ടികൾ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് ലോകം, ഞങ്ങളും ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ടവന്മാർക്ക് മെസ്സേജ് അയച്ചിട്ടും കണ്ടവന്മാർ വിളിച്ച സ്ഥലത്തേക്ക് പോയിട്ടും എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ചിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുന്നില്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് വേണ്ട, ഷെഫീന ബീവി പറയുന്നതാണ് ശരി. ഓക്കെ, നമുക്ക് ഷെഫീന ബീവി പറയുന്ന ഒരു ഭാഗവും കൂടി കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ?
എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ വന്ന് മെനിങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കുറെ പേര് കമന്റ് ഇടുന്നത് ഷെഫീന ബീവി അങ്ങനെ പറഞ്ഞ തെറ്റെന്ന് അല്ല പൊന്നു പ്രേക്ഷകരെ, ശരി തന്നെയാണ്. എന്തിനങ്ങനെ നടക്കുന്നു? വല്ലാത്ത കഷ്ടം തന്നെയാണ്. നടിമാരെ, നിങ്ങളെ ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നുണ്ട്, നിങ്ങൾ എന്തിനു കാണിച്ചു? നിങ്ങളെ വരും സ്വയം. എൻ്റെ പൊന്നു മനുഷ്യന്മാർ, ഞാൻ പേര് പറയുന്നില്ല, 2-3 നടിമാരുണ്ട് ഇതിനായി ജനിച്ചത്. ഓക്കെ, ഊരി കാണിക്കാനായിട്ട് ജനിച്ചത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇടം വരാം. ഓക്കെ.